വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നോക്കുന്ന ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ തേർഡ് പാർട്ടാണ്. പ്രൂവ് ദാറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫോർമുലയെല്ലാം നന്നായി നിങ്ങൾ പഠിക്കുക. പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതലും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. എക്സാമ്പിൾ 2 ക്വസ്റ്റ്യനുകൾ, ബാക്കി എക്സസൈസിലെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാം. പ്രൂവ് ദാറ്റ് പ്രൂവ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും പ്രൂവ് ദാറ്റ് എന്ന് എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1. 2 sin square plus cos square 7 pi by 6 into cos square pi by 3 is equal to 3/2. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് റേഡിയൻ മെഷർ കാണുമ്പോൾ വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ ഇതിനെ ഡിഗ്രിയിലോട്ടാക്കിയിട്ട് ചെയ്താലും മതി. LHS എന്ന് എഴുതിയിട്ട് 2 sin square pi by 6 180 by 6 30 degree plus cos square 7 into 30 210 degree into cos square 60 degree. ഇതിൽ ഇപ്പോൾ 30 60 45 ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ 210 അങ്ങനെ വരുന്നത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കണ്ടിട്ട് ഇതിൽ വാല്യൂ കൊടുക്കാം. കൊസീക് 210 നമുക്ക് എങ്ങനെ എഴുതാം? 180 + 30 കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. 180 അല്ലെങ്കിൽ 360 ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റിൽ എന്താണോ ടേം നമ്മൾ ആദ്യം അത് തന്നെ എഴുതുക. ഈ ആംഗിൾ ചേർത്ത് എഴുതുക. ഇനി ഇത് ഏത് ക്വാഡ്രൻ്റാണ്? 180 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റായി? തേർഡ് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റ് ഈ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം കിട്ടുന്നതല്ല. ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം എന്താ? കൊസീക്ക്. അത് മൈനസാണ്. അപ്പം കൊസീക്ക് 30യുടെ വാല്യൂ 2. സൈൻ 30 1/2. കൊസീക്ക് 30 റെസിപ്രോക്കൽ 2 -2 കിട്ടി. ഇനി നമ്മളിവിടെ LHSൽ കൊടുക്കാം. into sin 30 1/2 the whole square, അതാണ് 1/4. നമുക്കിവിടെ എന്ത് കിട്ടി? -2 സ്ക്വയർ 4. cos 60 1/2 സ്ക്വയർ 1/4. 2 4 ക്യാൻസൽ, 4 4 ക്യാൻസൽ, 1/2 + 1 2 into 1 2 2 + 1 that is equal to RHS. Question number 2. 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2c square pi by 3 that is equal to 10. ഇവിടെ 3 pi by 4 ബാക്കിയെല്ലാം ഇത് 45 ഡിഗ്രി വരും, 60 ഡിഗ്രി വരും. ഇതെന്താണ്? എബവ് 90 ആണ് അല്ലേ. സൈൻ 3 pi by 4 നമുക്ക് എങ്ങനെ എഴുതാം? ഞാനിത് ഡിഗ്രി മാറ്റാതെയും കൂടെ ചെയ്ത് കാണിക്കാം. സൈൻ 3 pi by 4 നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് പൈ ബൈ 4 4π - π. ഓക്കെ. സൈൻ 180 - θ4 അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ 180 വന്നെന്ന് ഞാൻ എന്ത് പറഞ്ഞു? സൈൻ ലെഫ്റ്റിലുള്ള ടേം തന്നെ എഴുതുക. ഈ ക്വാഡ്രൻറ്റിൽ സൈൻ എന്താ? പോസിറ്റീവ് സൈൻ പൈ ബൈ 4 ദറ്റ് ഈസ് 1/√2. LHS എങ്ങനെ മാറും? 2 into sin π by 4 square
3π/4 എന്നുള്ള sin π/4 ആവും. 2 ഇൻറ്റു കോസ് സ്ക്വയർ π/4 2c² π/3. sin 45 1/√2 1/√2 square plus 2 into cos 45 1/√2 1/√2 square 2 into sec 60 2 square 4 1 plus 1 plus 8 10. That is equal to RHS. Find, prove that തീർന്നിട്ട് find the value of sin 75. നമുക്ക് എങ്ങനെ എഴുതാം? 45 + 30. ഇനി 45 30 നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂസാണ് അല്ലേ? sin 45 cos 30 ആ വാല്യൂസ് എല്ലാം അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അറിയാവുന്ന രണ്ട് ആംഗിളിൻ്റെ സമ്മായിട്ട് ഇതിനെ എഴുതുക. ഇവിടെ 15 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 45 - 30. ഇത് ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. sin of x + y sin x cos y + cos x sin y. ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. sin 45 degree cos 30 degree plus cos 45 into sin 30. sin 45 1/√2 cos 30 √3/2 1/√2 1/2. Same denominator 2√2 √3 + 1. ഇവിടെ 15 ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് 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 അങ്ങനെ. ഫൈൻഡ് tan 15 degree. 15 നമുക്ക് എങ്ങനെ എഴുതാം? 45 - 30. ഇത് ഏത് ഫോമായി? tan of x - y. tan x minus tan y by 1 plus tan x into tan y. tan 45 minus tan 30 whole divided by 1 plus tan 45 into tan 30. 1 minus 1/√3 by 1 plus 1 into 1/√3. √3 minus 1/√3 √3 plus 1 by √3. √3 cancel. Multiplying numerator and denominator by conjugate. √3 + 1 ആണെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? √3 - 1. √3 + 1 into √3 - 1. ഇത് ഏത് ഫോമായി? a - b into a - b a - b the whole square. a square √3 - 1 the whole square by denominator ഏത് ഫോമായി? a + b into a - b. a square minus b square. a minus b the whole square. a square √3 square 3. ഇതിന് മൈനസ് എഴുതുക. 2ab 2 into √3 into 1 plus b square 1. √3 square 3 3 minus 1 2. 3 plus 1 4. ന്യൂമറേറ്ററിൽ ഒരു 2 കോമൺ എടുക്കാം. So answer is 2 minus √3. Question number 5.
പ്രൂവ് ദാറ്റ്. ഇനി കുറച്ച് പ്രൂവ് ദാറ്റാണ്. cos pi by 4 minus x. Cos pi by 4 minus y minus sin pi by 4 minus x sin pi by 4 minus y, that is equal to sin of x plus y. ഏത് ഫോമായി നോക്കി LHS? cos x cos y മൈനസ് sin x sin y ഫോം അല്ലേ? cos x cos y മൈനസ് sin x sin y. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? cos ഓഫ്. ഇവിടെ കോസിൽ മൈനസ് വരുമ്പോൾ നമ്മളിവിടെ പ്ലസ് ആണ്. അതേസമയം സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. കോസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് വന്ന മൈനസ്, മൈനസ് ഒന്ന് പ്ലസ്. അതുപോലെ ആദ്യം രണ്ടും കോസ് പിന്നെ രണ്ട് സൈൻ. ഈ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. LHS എഴുതിയിട്ട് കോസ് എക്സ് പ്ലസ് വൈ, പൈ ബൈ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ്, വൈയുടെ സ്ഥാനത്ത് എന്താ? പൈ ബൈ 4 മൈനസ് വൈ. കോസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 സെയിം ഡിനോമിനേറ്റർ 2 പൈ ബൈ 4 ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് വൈ. നമുക്ക് മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. നമുക്കിത് ഏത് ഫോമായി? കോസ് 90 മൈനസ് തീറ്റ. 90 ആണ് ഇവിടെ വരുന്നതെങ്കിൽ കോസ് എന്താകും? സൈൻ. സൈൻ ആയിരുന്നെങ്കിൽ കോസ്. 90 മൈനസ് അറിയാമല്ലോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സൈൻ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. Question number 6. Prove that tan pi by 4 plus x by tan pi by 4 minus x 1 plus tan x by 1 minus tan x the whole square. നമുക്ക് ഇവിടെ LHS എന്ന് എടുക്കാം. tan pi by 4 plus x ഇത് ഏത് ഫോമായി? tan ഓഫ് എക്സ് പ്ലസ് വൈ. ഡിനോമിനേറ്റർ tan എക്സ് മൈനസ് വൈ ഫോം. tan എക്സ് പ്ലസ് വൈ, tan എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 എഴുതുക, പ്ലസ് tan വൈ വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? എക്സ് ബൈ 1 മൈനസ് tan പൈ ബൈ 4 ഇൻറ്റു tan എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ tan pi by 4 minus x tan pi by 4 minus tan x by 1 plus tan pi by 4 into tan x. ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4, പൈയുടെ സ്ഥാനത്ത് എക്സ്. tan pi by 4 എത്രയാണ്? 1. 1 plus tan x by 1 minus 1 into tan x divided by 1 minus tan x by 1 plus tan x. ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 plus tan x by 1 minus tan x the whole square എന്ന് കിട്ടും. That is equal to RHS. This into reciprocal of this ഇത് തന്നെ വരും. 1 plus tan x by 1 minus tan x the whole square that is equal to RHS. Prove that cos pi plus x cos minus x by sin pi minus x cos pi by 2 plus x
ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ്. നമുക്കപ്പം ആദ്യം LHS എഴുതാം. പൈ 180. ഇപ്പോൾ പൈ ആണ് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ലെഫ്റ്റിലുള്ള ടേം എഴുതുക. ഇനി പൈ പ്ലസ് പൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 ക്വാഡ്രൻസ് കംപ്ലീറ്റ് ആവും. പൈ പ്ലസ് ഏത് ക്വാഡ്രൻ്റ് വരും? തേർഡ് ക്വാഡ്രൻറ്റ്. ഈ തേർഡ് ക്വാഡ്രൻ്റ് കോസ് എന്താണ്? നെഗറ്റീവ്. കോസ് ഓഫ് -x എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ക്വാഡ്രൻ്റാണ്? ഫോർത്ത് ക്വാഡ്രൻ്റ്. ഈ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് എന്താ? പോസിറ്റീവ്. കോസ് ഓഫ് -x പോസിറ്റീവ് കോസ് എക്സ് ബൈ സൈൻ പൈ -x. പൈ വന്നാൽ സൈൻ തന്നെ എഴുതുക. സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ എന്താ? പോസിറ്റീവ് സൈൻ എക്സ്. π/2 ആകുമ്പോൾ കോസ് ഇങ്ങനെ മാറും, സൈൻ എക്സ്. π/2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആവും. ഈ സെക്കൻഡ് ക്വാഡ്രൻ്റ് കോസ് നെഗറ്റീവ്. മൈനസ് ബൈ മൈനസ് പ്ലസ്. കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോട്ട് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. cos 3π/2 plus x cos 2π plus x into within the bracket cot 3π/2 minus x plus cot 2π plus x is equal to 1. LHS എടുക്കാം. ഓക്കെ, 3π/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ് അല്ലേ. കോസ് എന്താകും? സൈൻ എഴുതുക. ഇനി 3π/2 പ്ലസ് എക്സ് ഏത് ക്വാഡ്രൻ്റ് എത്തും? ഫോർത്ത് ക്വാഡ്രൻ്റ്. ഈ ഫോർത്ത് ക്വാഡ്രൻ്റ് കോസ് എന്താണ്? മൈനസ്. ഇനി 2π വന്ന് കോസ് തന്നെ എഴുതുക. 2π എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയില്ലേ. എഗെയിൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാം പോസിറ്റീവ്, ഓൾ ആർ പോസിറ്റീവ്. പോസിറ്റീവ് കോസ് എക്സ്. കോട്ട് 3π/2 വരുമ്പോൾ കോട്ട് ടാൻ ആകും. 3π/2 മൈനസ് തേർഡ് ക്വാഡ്രൻ്റ് കോട്ട് പോസിറ്റീവ്. 2π വന്ന് കോട്ട് തന്നെ വരും, എഗെയിൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവ്. 3π/2 എന്ന് പറയുമ്പോൾ കോസ് സൈൻ ആകും. ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവ്. ഞാൻ ഓർക്കാതെ പെട്ടെന്ന് മൈനസ് ഇട്ടു. സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് കോട്ട് എക്സ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ, വി ഗെറ്റ് കോസ് കോസ് ക്യാൻസൽ. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്. ദിസ് ഇൻറ്റു ദിസ്. അപ്പോൾ അവിടെ സൈൻ പോവും. കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ എക്സ് 1. സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എ എന്താ? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. നമുക്ക് ഇന്ന് ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം. കോസ് 3π/4 plus x minus cos 3π/4 minus x is equal to minus √2 sin x. നമുക്കിവിടെ LHS എടുക്കാം. ഇത് cos x മൈനസ് cos y 4. ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ നോക്കുക. cos x മൈനസ് cos y. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. cos x മൈനസ് cos y മൈനസ് 2 sin x പ്ലസ് y/2 sin x മൈനസ് y/2. ഇവിടെ കോസ് ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ ആദ്യം മൈനസ് എഴുതണം. രണ്ടും സൈനാണ് ഓർത്തോണം.
മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3π/4 പ്ലസ് എക്സ് പ്ലസ് 3π/4 മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 3π/4 പ്ലസ് എക്സ് മൈനസ് ഓഫ് ദിസ്. ഇത് പോസിറ്റീവ് എന്താവും? മൈനസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. x cancel. 3π plus 3π 6π/4 by 2, that is 6π/8. 6π/4 divided by 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2 കട്ട് ചെയ്യുമ്പോൾ 3π/4 സൈൻ 3π/4 കട്ടാവും 2x/2. ത്രീ π/4നെ നമുക്ക് എങ്ങനെ എഴുതാം? π മൈനസ് π/4. 180 സൈൻ തരുവരും സെക്കൻഡ് ക്വാർട്ടറിൻ്റെ സൈൻ പോസിറ്റീവ്. സൈൻ π/4 സൈൻ എക്സ്. സൈൻ π/4 π/4 അറിയാലോ. 180/4 45 ഡിഗ്രി. സൈൻ 45 1/√2. നമുക്ക് പ്രൂവിൻ്റെ √2 സൈൻ എക്സ് എന്നാണ് അല്ലേ. നമുക്ക് ഈ 2നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. √2 ഇൻറ്റു √2. 1√2 cancel. That is equal to RHS. കുറച്ച് കുട്ടികൾക്ക് ഇത് പാടായതുകൊണ്ട് ഞാൻ 2 വീഡിയോ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഇടാം. ബാക്കി ക്വസ്റ്റ്യൻസ് പ്രൂവ് ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x സൈൻ 2x സൈൻ 10x. ഇതും 1-2 മെത്തേഡിൽ പ്രൂവ് ചെയ്യാം. LHS ഈക്വൽസ് സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. നമുക്ക് ഒന്നുകിൽ a+b × a - b ഫോം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ 1 - cos 2a/2 ആ ഫോർമുല വെച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ a² - b² ഫോം a+b സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു a - b സൈൻ 6x മൈനസ് സൈൻ 4x a+b ഇൻറ്റു a - b ഫോം. ഇതേത് ഫോമായി? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2. ഇത് എക്സ് ഇത് വൈ ആയിട്ട് എടുക്കുക. പിന്നെ കോസാണ് 6x മൈനസ് 4x ബൈ 2 ഇൻറ്റു ഇവിടെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണ്. അപ്പോൾ ഫസ്റ്റ് കോസ് വരും. 6x പ്ലസ് 4x ബൈ 2 സൈൻ 6x മൈനസ് 4x ബൈ 2 2 സൈൻ 10/2 5x കോസ് x ഇൻറ്റു 2 കോസ് 5x സൈൻ x. സൈൻ 2x എന്താ? 2 സൈൻ x കോസ് x. നമുക്ക് 2 സൈൻ 5x കോസ് 5x ഗ്രൂപ്പ് ചെയ്യാം ഇൻറ്റു 2 സൈൻ x കോസ് x. 2 സൈൻ x കോസ് x എന്താ? സൈൻ 2x ആണല്ലേ. ഇവിടെ 5ൻ്റെ ഡബിൾ എന്താവും? 10 സൈൻ 10x ഇൻറ്റു സൈൻ 2x. നമുക്ക് കുറച്ച് പ്രൂവ് കൂടെ ഉണ്ട്. പ്രൂവ് കുട്ടികൾക്ക് കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.